എംബ്രൻസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് 2 മീറ്റർ നല്ല തുണിയും 2 മീറ്റർ ലൈനിങ്ങും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിന് ഇതുപോലെ 4 ആക്കി മടക്കി വെച്ചു. എന്നിട്ടാണ് കേട്ടോ മെഷർമെൻറ്റ് എടുക്കുന്നത്. ലൈനിങ്ങിൽ ഷോൾഡർ വന്നിട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ആം ഹോൾ 6.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചെസ്റ്റ് ലൈൻ വന്നിട്ട് 10 ഇഞ്ച് എടുത്തു. തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു. അതിനുശേഷം 1.5 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ പാർട്ടിൽ നിന്നിട്ട് ആം കർവ് ഇതുപോലെ വരച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആം ഹോളും കൂടെ വരച്ച് കൊടുത്തു കേട്ടോ. ബാക്കിയുള്ള മെഷർമെൻറ്റൊക്കെ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ചുരിദാർ ഇതുപോലെ 2 ആക്കി മടക്കി നല്ല വൃത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഷോൾഡറിൻ്റെ. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പോട് കൂടി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലിറ്റിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ സ്ലിറ്റിൻ്റെ കറക്റ്റ് അളവൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം താഴത്തേക്കുള്ള സ്ലിറ്റിൻ്റെ അളവ് 1 ഇഞ്ച് വീതിയിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു. നമുക്ക് നല്ല തുണിയിൽ നിന്ന് ഇറക്കം കുറഞ്ഞിട്ടാണല്ലോ ലൈനിങ് വേണ്ടത്. അപ്പോൾ അവിടെ കറക്റ്റ് ഒരു മെഷർമെൻറ്റിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വിയും ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എൻ്റെ വിത്ത് വന്നിട്ട് 3.5 ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് റൗണ്ട് നെക്കിൻ്റെ 6 ഇഞ്ചും വി നെക്കിൻ്റെ 5.5 ഇഞ്ചും ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നേരെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കി കൊടുത്തതിന് ശേഷം വി നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നെക്ക് ഇതുപോലെ സ്ക്വയർ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിൽ കൂടെ വി നെക്ക് ഉൾപ്പെടെ കട്ട് ചെയ്തു. ബാക്കിൽ നെക്ക് കട്ട് ചെയ്തില്ല. അതിനുശേഷം ബാക്കിൽ നെക്ക് കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നല്ല തുണിയിലേക്ക് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നല്ല തുണി ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വീതി കൂടിയിട്ടുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കി വെച്ച് വെട്ടുന്നതിനെക്കാട്ടും നല്ലത് എന്താ വെച്ചാൽ ഇതുപോലെ നോക്കിയതിന് ശേഷം നമുക്ക് തുണി ലാഭം കിട്ടുന്ന രീതിയിൽ തയ്ക്കുന്നതാണ്. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചു. എന്നിട്ട് രണ്ടും ബാക്കും ഫ്രണ്ടും നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റ് അതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല തുണിയിൽ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത സമയത്ത് ഞാൻ നെക്ക് കട്ട് ചെയ്തില്ല കേട്ടോ. കാരണം നമുക്ക് മറിച്ചടിക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ലൈനിങ്ങില്ലേ അത് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് സെയിം ആ ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം മടക്കി അടിക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ് 43 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള തുണിയില്ല, ഇത്രയും തുണി നമുക്ക് ബാലൻസ് വന്നു കേട്ടോ. മറ്റുപോലെ നമ്മൾ 4 ആക്കി മടക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ തുണിക്ക് ബാലൻസ് വരില്ല. എന്നിട്ട് ബാക്കി ഈ ചെറിയ കഷ്ണം ഇപ്പോൾ അത്യാവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിലാക്കാൻ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ഈ തുണി ഇതുപോലെ 4 ആക്കി മടക്കി വെച്ചു. പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മളെ കയ്യിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആ മുകളിൽ നേരത്തെ എടുത്ത ചുരിദാറിനില്ലേ അതിൻ്റെ ഇത് കറക്റ്റ് അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതായത് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് കേവ് വരച്ചു കൊടുത്തു. ഇനി വന്നിട്ട് നമുക്ക് കൈൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ കൂടെ തന്നെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ആ അടയാളപ്പെടുത്തിയതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അതായത് നമ്മൾ പഫ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇതുവരെ മാർക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ സെൻറ്റർ പാർട്ടിൽ ഇതുപോലെ മാർക്ക് കൊടുത്തു. ഇനി വന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ് വേണ്ട. അപ്പോൾ അടിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 3 ഇഞ്ച് വീതിയിൽ ഒരു കഷ്ണം തുണി വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ 3 ഇഞ്ച് വീതിയിലുള്ള 2 തുണി ഇതുപോലെ എടുത്തു. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് പഫ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയില്ല, അതായത് ഒരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അവിടെ നിന്ന് ഇതുപോലെ ഞൊറികളായിട്ട് ചെറിയ ഞൊറികളായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്കിങ്ങനെ നൂല് വലിക്കാൻ പറ്റുന്ന സ്റ്റിച്ചിങ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തുന്നിയാലും മതി. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താലും മതി. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതായത് ഞൊറി കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇത് തന്നെ ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, താഴത്തും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അടിക്കണം. ഇതുപോലെ ആ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ ഞൊറിയിൽ തന്നെയാണ് കേട്ടോ താഴത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു. അങ്ങനെ 2 കൈ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഞൊറി ഇട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഭാഗം ഇതുപോലെ തന്നെ കറക്റ്റ് ഞൊറി എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി വന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ തുണീനെ നല്ല വശം കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി വന്ന തുണി നമുക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ തുണീനെ പതിച്ചടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കഷ്ണം വെച്ചില്ലേ ആ തുണിയിലേക്ക് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ വേണം പതിച്ചടിക്കാൻ. അതായത് നമ്മളെ കയ്യിലേക്ക് കയറി സ്റ്റിച്ച് വരരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി കൈന് ഇതുപോലെ മറച്ചിടുക. എന്നിട്ട് ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ പ്ലേറ്റ് കൊടുത്തില്ലേ പ്ലേറ്റ് കൊടുത്തെടുത്ത് മടക്ക് വരാതെ രീതിയിൽ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടിഭാഗത ഈ കാണുന്ന ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കൈ രണ്ടും നമ്മളിതാ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചുരിദാർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നല്ല തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് എത്തുന്ന സമയത്ത് നീഡിൽ അവിടെ തന്നെ നിർത്തുക, ഫൂട്ടർ പൊന്തിക്കുക. എന്നിട്ട് തുണീനെ കറക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ വി നെക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഉള്ളിലെ തുണിയൊന്ന് കൊടുത്തതിന് ശേഷം ആ സെൻട്രൽ ഭാഗത്തൊരു ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ലൈനിങ്ങിനെ ഇതുപോലെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ബാക്കിലെ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ റൗണ്ട് നെക്ക് അടിക്കുന്ന സമയത്ത് തുണി വലിച്ചു പിടിച്ച് അടിക്കരുത് കേട്ടോ. അതിൻ്റെ രീതിക്ക് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ടോ വലിഞ്ഞാണ്ട് നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അതിനുശേഷം ലൈനിങ്ങിന് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ തന്നെ ലൈനിങ് തുണിയിലേക്ക് പതിച്ചടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ റൗണ്ട് നെക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതായത് രണ്ടിൻ്റെയും ഫ്രണ്ടും ബാക്കും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പം രണ്ടും നല്ല തുണി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തു. ഇനി ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ചുരിദാറിൻ്റെ നല്ല വശവും നമ്മളെ കൈയിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എൻഡിങ് എത്തുന്ന അവിടെ നിന്ന് നീഡിൽ അവിടെ തന്നെ നിർത്തുക, ഫൂട്ടർ പൊന്തിക്കുക. എന്നിട്ട് തുണീനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന അതിലെ തന്നെ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ സെൻറ്ററിൽ അവിടെ നിർത്തിയതിന് ശേഷം താഴത്തെ തുണിയൊക്കെ നല്ലപോലെ കറക്റ്റ് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എൻഡിങ് എത്തുന്ന സമയത്ത് നീഡിൽ അവിടെ തന്നെ നിർത്തുക, ഫൂട്ടർ പൊന്തിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നും കൂടെ സെൻറ്റർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൈ അറ്റാച്ച് ചെയ്യാനും ഈസിയാണ്. അതുപോലെ നൂലൊന്നും പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്നു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത്തെ കൈക്കും സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സ്ലിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്ത കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ടില്ലാത്താൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്ലീവ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണീനെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തു. നമ്മൾ അളവിനെടുത്തിട്ട് തുണിയിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വരെയാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് സ്ലിറ്റിൻ്റെ അവിടെ വരെയുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം സ്ലിറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ്ങിന് അതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് അടയാളപ്പെടുത്തിയില്ലേ മാർക്ക് ചെയ്തില്ലേ അതിൽ വരെ സ്ലിറ്റിൻ്റെ അവിടെ വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ്ങിന് ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് അത് രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ കാര്യമായിട്ടെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞ തന്നെ ഒന്നും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞാത്തത്. കാരണം പഫ് സ്ലീവാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ സ്ലിറ്റ് ഫസ്റ്റത്തെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത ഭാഗത്തൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് നിൽക്കും. അങ്ങനെ രണ്ട് ഭാഗത്തെ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തു. ഇനി താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത മാതിരി തന്നെ രണ്ട് ഭാഗവും അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗവും പതിച്ചടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചുരിദാറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ സെറ്റാക്കി എടുക്കാമല്ലോ.
അപ്പോൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല തെറ്റുകളും പറ്റും. എന്നിരുന്നാലും നിങ്ങൾ പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ വരിക. നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.